കനത്ത മഴയിൽ പാലക്കാട് വ്യാപക നാശനഷ്ടം. ആലത്തൂർ പത്തനാപുരത്ത് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക നടപ്പാലവും കുടിവെള്ള പൈപ്പിനായി നിർമ്മിച്ച പാലവും തകർന്നു. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ഗായത്രി പുഴയിൽ നീരൊഴുക്ക് ശക്തമായി. ചിറ്റൂർ ആലംകടവ് നർണിക്കോസ്വേക്ക് സമീപം കുളിക്കാനിറങ്ങിയ 4-അംഗ സംഘം പുഴയിൽ കുടുങ്ങി. ഫയർഫോഴ്സും പോലീസും ചേർന്ന് 4 പേരെയും രക്ഷപ്പെടുത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മൈസൂർ സ്വദേശികളായ 4-അംഗ കുടുംബം ഗായത്രി പുഴയിൽ കുടുങ്ങിയത്. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ പുഴയിലേക്ക് വെള്ളം ഇരച്ചെത്തിയതാണ് അപകടമുണ്ടാക്കിയത്. നർണി കോഴ്സ്വേക്ക് സമീപം 2 മണിക്കൂറോളം പുഴക്കിടിയിലെ പാറയിൽ കുടുങ്ങിക്കിടന്ന കുടുംബത്തെ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സിൻ്റെ സ്റ്റാഫും കൃത്യമായി അവരുടെ ജീവനേക്കാൾ ഇവരുടെ ജീവന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതിൽ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഒഴുക്കിൽ വരുമ്പോൾ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അതിൽ ലൈഫ് ജാക്കറ്റ് മാറ്റിവെച്ചിട്ടാണ് ഉദ്യോഗസ്ഥർ ഈ തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരുന്നു. നന്നായിരുന്നു. എനിക്ക് ഇവർ രണ്ടാളെയും ഭയങ്കരപ്പെട്ടിരുന്നു. മറ്റത് ചെറുപ്പക്കാരാണ് നമുക്ക് വിഷയം. അവർ യാതൊരു ഭയപ്പാടില്ലാണ്ട് ഇവരുടെ ഉപകരണത്തിൽ കയറിയിരുന്നു. അവിടെ നിന്ന് അവർ വിളിച്ചുകൊണ്ട് യാതൊരു ഭയപ്പാടില്ലാണ്ട് വന്നു. അവരെ സമ്മതിക്കണം. അവർക്ക് ഒരു പേടിയില്ല, ഒന്നും പേടിക്കേണ്ട. പുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോവുകയുള്ളൂ. നിങ്ങൾ പേടിക്കേ വേണ്ട. ഒരു പരിക്കില്ലാണ്ട് അവർ നമ്മളെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ടീം നന്നായി പ്രവർത്തിച്ചു. അതുകൊണ്ട് അവർ 4 പേരെയും നന്നായി രക്ഷപ്പെടുത്താൻ സാധിച്ചു. അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്. പുഴയിൽ നിന്ന് മീൻ പിടിച്ച് വിൽപ്പന നടത്തുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. എല്ലാ വർഷവും ചിറ്റൂരിലെത്താറുള്ള കുടുംബം ഡാം തുറന്നതറിയാതെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. അതിനിടെ കനത്ത മഴയിൽ ആലത്തൂർ പത്തനാപുരത്തെ താത്കാലിക നടപ്പാലം പൂർണ്ണമായും നിലംപൊത്തി. ഇതോടെ ഗായത്രി പുഴ കടക്കാൻ കഴിയാതെ പത്തനാപുരത്തെ 1500 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഗായത്രി പുഴയ്ക്ക് കുറുകെ കുടിവെള്ള പൈപ്പിനായി നിർമ്മിച്ച പാലവും തകർന്നു വീണു. ശക്തമായ മഴയിൽ മരം വീണ് അട്ടപ്പാടി ചോലക്കാട് സ്വദേശിനി ലീലാമ്മയുടെ വീട് തകർന്നു. നെന്മാറ വല്ലങ്ങി RVC റോഡിൽ താമസിക്കുന്ന രാമു അമ്മാളുടെ വീടിന്റെ മേൽക്കൂരയും മഴയിൽ തകർന്നു വീണു. മഴ ശക്തമായതോടെ ഭവാനിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ അട്ടപ്പാടി ചെമ്മണ്ണൂർ താവളം എന്നിവിടങ്ങളിലെ പാലങ്ങൾ വെള്ളത്തിനടിയിലായി. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ ഉയർത്തി. മഴക്കെടുതി ഉയർന്ന സാഹചര്യത്തിൽ നാളെ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേരുമെന്നും മലയോര മേഖലകളിലേക്ക് ഇന്നു മുതൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. റിപ്പോർട്ടർ പാലക്കാട്.